Module 2, second order ordinary differential equations. The solution of first order linear differential equation has been discussed in the first module. In this module, we consider the solution of second order differential equations. First definition, a second order differential equation is said to be linear. It can be written in the form y dash plus f of x into y plus g of x into y equal to r of x. If r of x equal to 0 for every x, then equation 1 is called homogeneous. Otherwise it is called non-homogeneous differential equation. അതായത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോം ആണ് y ഡബിൾ ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഫങ്ഷൻസ് ഓഫ് എക്സ്. ഇവിടെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഈ ഇക്വേഷനെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. അതുപോലെ അതായത് ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിനെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. എക്സാമ്പിൾ y ഡബിൾ ഡാഷ് പ്ലസ് 6xy ഡാഷ് പ്ലസ് എക്സ് സ്ക്വയർ y ഈക്വൽ ടു 0 ഇസ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 വരുവാണെങ്കിൽ ആർ ഓഫ് എക്സ് 0 വരുവാണെങ്കിൽ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് തന്നെ ഇതിനൊരു ആർ ഓഫ് എക്സിന് പകരം 0 അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനാണ് കൊടുത്തെങ്കിൽ അത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിനാണ് എക്സാമ്പിൾ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാമ്പിൾ ആണ് y ഡബിൾ ഡാഷ് പ്ലസ് 5y ഡാഷ് പ്ലസ് എക്സ് വൈ ഈക്വൽ ടു e raised to minus x. Any differential equation of second order which cannot be written in the form 1 is said to be non-linear. അതായത് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ് ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഫോമിൽ അല്ലെങ്കിൽ അതിനെ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നോൺ ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഇനി അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ്? ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ അല്ലെങ്കിൽ സാധാ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ഏതൊരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതിനെയാണ് സൊല്യൂഷൻ എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലും. അതായത് ആ നമ്മൾ ഏതാണോ സൊല്യൂഷൻ അതെന്ന് പറയുന്നത്, അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൽ ഡിഫൈൻഡ് ആൻഡ് ടോയ്സ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ആ ഫംഗ്ഷനിൽ ത്രൂ ഔട്ട് ഡിഫൈൻഡ് ആയിരിക്കണം, അതുപോലെ ടോയ്സ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അതാണ് പറയുന്നത് എ ഫംഗ്ഷൻ y equal to phi of x is called a solution of a linear or non-linear differential equation of the second order on some interval, say a less than x less than b, perhaps infinite, if phi of x is defined and twice differentiable throughout that interval and is such that the equation becomes an identity when we replace the unspecified functions y and its derivatives by phi and its corresponding derivatives. ഇത്രയേ ഉള്ളൂ. ഇവിടെ y ഈക്വൽ ടു phi of x എന്ന് പറയുന്നതാണ് phi of x ന്റെ സൊല്യൂഷൻ എന്ന് പറയണമെങ്കിൽ, ഒരു സൊല്യൂഷൻ ഓഫ് ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയണമെങ്കിൽ ഈ phi of x എന്ന് പറയുന്നത് ഡിഫൈൻഡും ആയിരിക്കണം, അതുപോലെ ടോയ്സ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ത്രൂ ഔട്ട് ദാറ്റ് ഇന്റർവെല്ലിൽ നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവെല്ലിൽ അതെന്തായിരിക്കണം? ഡിഫൈൻഡ് ആയിരിക്കണം, അതുപോലെ ടോയ്സ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. എന്നിട്ട് ഈ phi of x ന് പകരം ഇപ്പൊ ഏതാണ് നിങ്ങളുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഇപ്പൊ ഇതാണ് നമ്മുടെ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിചാരിക്കുക. അതായത് y ഡബിൾ ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പം y ഈക്വൽ ടു phi of x ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് yക്ക് പകരം phi of x-ഉം അതുപോലെ അതിന്റെ y ഡാഷ് കണ്ടുപിടിക്കുക phi ഡാഷ് ഓഫ് x-ഉം അതുപോലെ y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുക phi ഡബിൾ ഡാഷ് ഓഫ് x. അത് ഈ ഇക്വേഷനിൽ എന്തായിരിക്കും? ഡിഫൈൻഡ് ആയിരിക്കണം. ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിന് ഐഡന്റിറ്റി 0 കിട്ടണം. അതായത് ഈക്വൽ ടു 0 ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടണം. അപ്പം y ഡബിൾ ഡാഷ് എന്നത് phi ഡബിൾ ഡാഷ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സിന്റെ phi ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിന്റെ phi ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ അതിന് സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ, വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു cos x and y ഈക്വൽ ടു sin x ആർ സൊല്യൂഷൻസ് ഓഫ് ദി ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് y ഈക്വൽ ടു cos x ഉം y ഈക്വൽ ടു sin x ഉം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പൊ y ഈക്വൽ ടു അത് നമ്മൾ y ഈക്വൽ ടു cos x കൊടുത്തു. ദെൻ ഇവിടെ ഇതിന്റെ സൊല്യൂഷൻ ആവണമെങ്കിൽ
നമുക്ക് ഈ y ഈക്വൽ ടു കോസ് എക്സിന്റെ y ഡാഷും y ഡബിൾ ഡാഷും കണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 കിട്ടുവാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ y ഈക്വൽ ടു കോസ് എക്സ് എടുത്തു, y ഡാഷ് ഈക്വൽ ടു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ദെൻ y ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. ദെർഫോർ y ഡബിൾ ഡാഷ് പ്ലസ് y കാണുന്നു, y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു y ഡബിൾ ഡാഷിന്റെ സ്ഥാനത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, മൈനസ് കോസ് എക്സ് പ്ലസ് y ഈക്വൽ ടു കോസ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെർഫോർ അതായത് y ഡബിൾ ഡാഷ് പ്ലസ് y ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. ദെർഫോർ y ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറഞ്ഞ ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. ദെൻ സിമിലർലി y ഈക്വൽ ടു സൈൻ എക്സും സൊല്യൂഷൻ ആണെന്ന് കിട്ടും. അതായത് y ഈക്വൽ ടു സൈൻ എക്സ് സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ y ഡബിൾ ഡാഷ് പ്ലസ് y കാണുമ്പോൾ 0 കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പം y ഈക്വൽ ടു സൈൻ എക്സ് കൊടുത്തു, അതിന്റെ y ഡാഷ് എന്ന് പറയുന്നത് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് കിട്ടി, y ഡാഷ് ഈക്വൽ ടു കോസ് എക്സ്, ദെൻ y ഡബിൾ ഡാഷ് ഈക്വൽ ടു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ദെൻ നമുക്ക് കാണേണ്ടത് y ഡബിൾ ഡാഷ് പ്ലസ് y കാണാം, y ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ആൻഡ് y equal to cos sin x, minus sin x plus sin x equal to 0. Therefore, y equal to sin x is a solution of differential equation. Second example, verify that the functions y equal to e raised to minus 2x and y equal to x are solutions of the homogeneous linear differential equation y double dash plus y dash minus 2y equal to 0. Same then first നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത പോലെ തന്നെ y ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2x എടുക്കുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ്, ഇ റേസ് ടു മൈനസ് 2x എന്ന് പറഞ്ഞാൽ ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ y ഡാഷ് കാണുന്നു, y ഡാഷ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x, ഇ റേസ് ടു മൈനസ് 2xന്റെ ഡെറിവേറ്റീവ് മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x ആൻഡ് y ഡബിൾ ഡാഷ് മൈനസ് 2 കോൺസ്റ്റന്റ് ഇ റേസ് ടു മൈനസ് 2xന്റെ മൈനസ് 2 ഇ റേസ് ടു മൈനസ് 2x, ദെൻ y ഡബിൾ ഡാഷ് ഈക്വൽ ടു 4 ഇ റേസ് ടു മൈനസ് 2x എന്ന് കിട്ടും. Therefore ഇതിന്റെ LHS എടുക്കുന്നു, y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് 2y കാണുന്നു, y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, y ഡബിൾ ഡാഷ് ഈക്വൽ ടു 4 ഇ റേസ് ടു മൈനസ് 2x നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ y ഡാഷ് കിട്ടിയത് മൈനസ് 2 ഇ റേസ് ടു മൈനസ് 2x minus 2 into y equal to e raised to minus 2x, that is equal to 4 e raised to minus 2x minus 4 e raised to minus 2x, that is equal to 0. Therefore നമുക്ക് പറയാൻ പറ്റും, അതായത് ഇത് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. അതിന്റെ മീനിങ് എന്താണ്? y equal to e raised to minus 2x എന്ന് പറയുന്നത് ഈ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ ആണ്. ഇതേപോലെ തന്നെ y equal to e raised to x ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പം കൺസിഡർ y equal to e raised to 2x. Then അതായത് നമുക്കറിയാം e raised to x എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആൻഡ് ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ x ആണ്. y ഡാഷ് എന്ന് പറയുന്നത് e raised to x ന്റെ ഡിഫറൻസിയേഷൻ e raised to x തന്നെ, y ഡബിൾ ഡാഷും e raised to x തന്നെ. Therefore y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു y ഡബിൾ ഡാഷിന് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതായത് e raised to x പ്ലസ് y ഡാഷ് ഈക്വൽ ടു e raised to x മൈനസ് 2 into y ഈക്വൽ ടു e raised to x, that is equal to 2 e raised to x minus 2 e raised to x, that is equal to 0. That means y equal to e raised to x is a solution of the given differential equation. Then next, fundamental theorem. Fundamental theorem means if a solution of the homogeneous linear differential equation y double dash plus f of x into y dash plus g of x into y equal to 0 in some interval I is multiplied by any constant, the resulting function is also a solution of the differential equation y double dash plus f of x into y dash plus g of x into y equal to 0 on I. The sum of two solutions of equation 1 on I is also a solution of 1 on that interval. ഇത്രയേ ഉള്ളൂ ഫണ്ടമെന്റൽ തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇതിന്റെ ഒരു y ഡബിൾ ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ അതായത് ഇതിന്റെ ഒരു സൊല്യൂഷൻ, അതായത് ഒരു ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. വൈ ഡബിൾ ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സിന്റെ വൈ ഡാഷ് പ്ലസ് ജി ഓഫ് എക്സിന്റെ വൈ ഈക്വൽ ടു 0ന്റെ ഒരു സൊല്യൂഷൻ ആണ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് എങ്കിൽ അതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഫണ്ടമെന്റൽ തിയറത്തിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതിന് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ഇപ്പൊ ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ വൺ ഓഫ് എക്സും അല്ലെങ്കിൽ വൈ ടു ഈക്വൽ ടു ഫൈ ടു ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ ഇതിന്റെ സമ്മ്, അതായത് വൈ ഈക്വൽ ടു ഫൈ വൺ ഓഫ് എക്സ് പ്ലസ് ഫൈ ടു ഓഫ് എക്സും ഈ ഒരു വൈ ഡബിൾ ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0ന്റെ സൊല്യൂഷൻ ആണ്.
അതായത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും സം ഓഫ് ദി ടു സൊല്യൂഷനും ഈസ് ഓൾസോ എ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു പ്രൂവ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇതിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതിന്റെ ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും ഈ ഒരു ഇക്വേഷന് സൊല്യൂഷൻ ആണെന്നാണ് പറയുന്നത് ഫസ്റ്റ് പാർട്ടിൽ. അപ്പൊ ഇൻ ഓർഡർ ടു പ്രൂവ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വി ഹാവ് ടു ഷോ ദാറ്റ് if phi of x is a solution of y double dash plus f of x into y dash plus g of x into y equal to 0, then c into phi of x is also a solution of 1. അതായത് ഇവിടെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് phi of x എങ്കിൽ ഇതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള c into phi of x അതിന്റെ സൊല്യൂഷൻ ആണെന്നാണ് ഫണ്ടമെന്റൽ തിയറം പറയുന്നത്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ phi of x is a solution of equation 1. phi of x എന്ന് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. phi of x ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? phi of x ഈ ഇക്വേഷൻ 1ന്റെ സൊല്യൂഷൻ ആണെങ്കിൽ phi dash of x എന്ന് പറയുന്നത് y equal to phi of x ആണെങ്കിൽ y dash equal to phi dash of x, y double dash equal to phi double dash of x. അതുകൊണ്ട് phi of x എന്ന് പറയുന്നത് ഇക്വേഷൻ 1ന്റെ സൊല്യൂഷൻ ആണെങ്കിൽ ഇക്വേഷൻ 1ന് നമുക്ക് phi double dash of x plus f of x into phi dash of x plus g of x into phi of x equal to 0 എന്ന് പറയാൻ പറ്റും. അതായത് phi of x സൊല്യൂഷൻ ആണെങ്കിൽ ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള c into phi of x ഉം ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം y equal to c into phi of x അതിന്റെ സൊല്യൂഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം y equal to c into phi of x കൊടുത്തു. നമുക്കറിയാം y dash എന്ന് പറഞ്ഞാൽ c into phi dash of x, then y double dash എന്ന് പറഞ്ഞാൽ c into phi double dash of x എന്ന് കിട്ടും. ദെൻ നമുക്ക് ഇതിന്റെ LHSൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ഇക്വേഷൻ 1ന്റെ LHSൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അന്നേരം അത് ഈക്വൽ ടു 0 കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും c into phi of x എന്ന് പറയുന്നത് അതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന്. അപ്പൊ ഇതിന്റെ LHS ഉള്ളത് y double dash. ഇപ്പം y double dashന് പകരം നമുക്ക് എന്ത് കിട്ടി? c into phi double dash പ്ലസ് f of x into y dash എന്ന് പറഞ്ഞാൽ c into phi dash of x പ്ലസ് g of x into c into phi dash of x phi of x. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. c into phi of x double dash plus f of x into c phi of x dash plus g of x into c phi of x. ദെൻ എല്ലാത്തിലും c എന്ന് പറയുന്നത് കോമൺ ആണ്. സിനെ ഔട്ട് സൈഡിൽ എടുത്തു. അപ്പൊ c ഇൻറ്റു ഇവിടെ phi double dash of x പ്ലസ് f of x into phi dash of x പ്ലസ് g of x into phi of x. നമുക്കറിയാം phi of x എന്ന് പറയുന്നത് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ ആണ് തന്നിട്ടുണ്ട്. അപ്പം phi of x സൊല്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലെ? phi double dash of x പ്ലസ് f ഇൻറ്റു phi dash of x പ്ലസ് g of x ഇൻറ്റു g into phi of x equal to 0. അതായത് ഈ ഒരു ടേം ആണ് നമുക്ക് ഈ ബ്രാക്കറ്റിനകത്ത് കിട്ടിയിട്ടുള്ളത്. അത് ഈക്വൽ ടു 0 ആണല്ലോ. അപ്പൊ c into 0 that is equal to 0. That means എന്താണ്? c into phi of x is also a solution of the given differential equation 1. അതുകൊണ്ട് ഇതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ അതായത് y equal to phi of x ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള c into phi of x ആ ഇക്വേഷന്റെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് കിട്ടും. ദെൻ ഫണ്ടമെന്റൽ തിയറത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു അതായത് y ഡബിൾ ഡാഷ് പ്ലസ് f of x into y dash of x പ്ലസ് g of x into y of x ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന്റെ രണ്ട് സൊല്യൂഷൻ ആണ് phi 1 of x ഉം phi 2 of x എങ്കിൽ അതിന്റെ സം ആയ phi 1 of x പ്ലസ് phi 2 of x ഈസ് ഓൾസോ എ സൊല്യൂഷൻ ഓഫ് ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് we have to show that if phi 1 of x and phi 2 of x are solutions of equation 1, then to show that phi 1 of x plus phi 2 of x is also a solution of equation 1. അപ്പോൾ നമുക്കറിയാം നമുക്ക് തന്നിട്ടുണ്ട് phi 1 of x ഉം phi 2 of x എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1 ആണെന്ന്. അതായത് ഈ phi 1 of x സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ 1ന് നമുക്ക് എഴുതാൻ പറ്റും phi 1 of x double dash phi 1 double dash plus f of x into phi 1 dash plus g of x into phi 1 of x equal to 0. അതുപോലെ phi 2 സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും phi 2 double dash plus f of x into phi 2 dash x plus g of x into phi 2 of x equal to 0. phi 1 of x phi 2 of x സൊല്യൂഷൻ ആണെന്ന് തന്നതുകൊണ്ട് അപ്പൊ അത് ഈക്വൽ ടു phi 1 of x സൊല്യൂഷൻ ആണെങ്കിൽ ആ ഇക്വേഷനെ ഇതുപോലെ എഴുതാം. അതുപോലെ phi 2 of x സൊല്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും.
Then to show that നമുക്ക് ഷോ ചെയ്യേണ്ടത്, അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിന്റെ സമ്മായ 5(1) ഉം 5(2) ആണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് എടുത്തത്. അപ്പം അതിന്റെ സമ്മായിട്ടുള്ള 5(1) ഉം 5(2) അതിന്റെ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം 5(1) പ്ലസ് 5(2) ആണ് y ആയിട്ട് നമ്മൾ എടുത്തത്. അപ്പം y ഈക്വൽ ടു 5(1) പ്ലസ് 5(2). അപ്പം y ഡാഷ് എന്ന് പറയുന്നത് 5(1) പ്ലസ് 5(2). y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ 5(1) പ്ലസ് 5(2). അപ്പം y ഡബിൾ ഡാഷിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 5(1) പ്ലസ് 5(2) ഡബിൾ ഡാഷ് പ്ലസ് f(x) ഇൻറ്റു y ഡാഷ് ഈക്വൽ ടു 5(1) പ്ലസ് 5(2) പ്ലസ് g(x) ഇൻറ്റു y ഈക്വൽ ടു 5(1) പ്ലസ് 5(2). Then 5(1) പ്ലസ് 5(2) ഡബിൾ ഡാഷ് അതെന്ന് പറഞ്ഞാൽ 5(1) പ്ലസ് 5(2) പ്ലസ് f(x) ഇൻറ്റു 5(1) പ്ലസ് 5(2) sorry, f(x) into 5(1) plus f(x) into 5(2) plus g(x) into 5(1) plus g(x) into 5(2). Then ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുന്നു. 5(1) ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതി. അപ്പോൾ 5(1) പ്ലസ് f(x) into 5(1) പ്ലസ് g(x) into 5(1) പ്ലസ് 5(2) ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. 5(2) പ്ലസ് f(x) into 5(2) പ്ലസ് g(x) into 5(2). നമുക്കറിയാം ഈ 5(1) സൊല്യൂഷൻ ആണെങ്കിൽ 5(1) പ്ലസ് f(x) into 5(1) പ്ലസ് g(x) into 5(1) ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഫസ്റ്റ് ബ്രാക്കറ്റിൽ ഇത് 0 ആയിപ്പോയി. അതുപോലെ 5(2) സൊല്യൂഷൻ ആണെങ്കിൽ 5(2) പ്ലസ് f(x) into 5(2) പ്ലസ് g(x) into 5(2) ഈക്വൽ ടു 0. സോ സെക്കൻഡ് ബ്രാക്കറ്റും 0 ആയിപ്പോയി. അപ്പോൾ 0 പ്ലസ് 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. That means 5(1) plus 5(2) is a solution of 1. അതായത് sum of two solutions is also a solution. Then remark linearity or principle of superposition. Combining the two statements of the fundamental theorem, we can say that if 5(1) and 5(2) are any solution of y double dash plus f(x) into y dash plus g(x) into y equal to 0, then C1 5(1) plus C2 5(2) is also a solution of 1. Where C1 and C2 are arbitrary constant, that is any linear combination of solutions of 1 is again a solutions of 1. അതായത് ഫണ്ടമെന്റൽ തിയറം നമ്മൾ പറഞ്ഞു, ഒരു അതായത് y ഈക്വൽ ടു 5(x) സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള c ഇൻറ്റു 5(x) അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. അതുപോലെ 5(1) ഉം 5(2) സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ സം ആയിട്ടുള്ള 5(1) പ്ലസ് 5(2) സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ലീനിയാരിറ്റി പ്രിൻസിപ്പിൾ എഴുതിയിട്ടുള്ളത്. അതായത് എനി ലീനിയർ കോമ്പിനേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസ് എഗെയിൻ എ സൊല്യൂഷൻ ആയിരിക്കും. അതായത് ഇതെന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ, ഈ ഫണ്ടമെന്റൽ തിയറത്തിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. അതായത് 5(x) സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ, അതുപോലെ തന്നെ 5(2) സൊല്യൂഷൻ അതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ. ഇത് ഈ C1 into 5(1) അതുപോലെ തന്നെ C2 into 5(2) സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ സം ആയിട്ടുള്ള സമ്മും അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് ഫണ്ടമെന്റൽ തിയറം കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ ഇത് എഴുതിയിട്ടുള്ളത്. അതായത് സമ്മും അതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ ലീനിയർ കോമ്പിനേഷൻ എന്തായിരിക്കും, ഇതിന്റെ സൊല്യൂഷൻ ആണെന്നാണ് ലീനിയാരിറ്റി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. അതിലൊരു എക്സാമ്പിൾ നോക്കാം. വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു 7 cos x and y ഈക്വൽ ടു √2 cos x പ്ലസ് 9 sin x ആർ സൊല്യൂഷൻസ് ഓഫ് ദി ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളത് ഈ y ഈക്വൽ ടു √2 ഇൻറ്റു cos x പ്ലസ് 9 sin x എന്ന് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഇവിടെ y ഡാഷ് കാണാം, ഇതിന്റെ തന്നെ y ഡാഷ് കാണാം, y ഡബിൾ ഡാഷ് കാണാം. പക്ഷെ നമ്മളിപ്പം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് 5(1) 5(2) സൊല്യൂഷൻ ആണെങ്കിൽ C1 5(1) പ്ലസ് C2 5(2) സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഇവിടെ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് y ഈക്വൽ ടു കോസ് എക്സ്, ഇവിടെ എന്ന് പറയുന്നത് ഇതൊരു ഫംഗ്ഷൻ, y ഈക്വൽ ടു കോസ് എക്സ് ഒരു ഫംഗ്ഷൻ, y ഈക്വൽ ടു സൈൻ എക്സ് വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ y ഈക്വൽ ടു കോസ് എക്സും y ഈക്വൽ ടു സൈൻ എക്സും അതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണല്ലോ ഇത്. അതായത് ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത് എന്തായിരിക്കും, അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് പറയുന്നത്. അപ്പം y ഈക്വൽ ടു കോസ് എക്സും y ഈക്വൽ ടു സൈൻ എക്സ് അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു. y ഈക്വൽ ടു കോസ് എക്സ് കൊടുക്കുക. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് y ഡബിൾ ഡാഷും ഉണ്ട്, y ഉണ്ട്. അപ്പം y ഡബിൾ ഡാഷ് കാണാൻ വേണ്ടി y ഡാഷ് നമ്മൾ കണ്ടു മൈനസ് സൈൻ എക്സ്, y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ്. therefore y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു y ഡബിൾ ഡാഷ് മൈനസ് കോസ് എക്സ് പ്ലസ് y ഈക്വൽ ടു കോസ് എക്സ് അത് കൊടുക്കുക. അപ്പം അത് ഈക്വൽ ടു 0 കിട്ടി. ദാറ്റ് മീൻസ് എന്താണ്, y ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്നതിന്റെ സൊല്യൂഷൻ ആണ്. സിമിലർലി വി ക്യാൻ ഫൈൻഡ് ദാറ്റ് y ഈക്വൽ ടു സൈൻ എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1.
അതായത് നമുക്ക് y ഈക്വൽ ടു കോസ് എക്സും y ഈക്വൽ ടു സൈൻ എക്സും കിട്ടി. ഇത് y ഈക്വൽ ടു സൈൻ എക്സ് കണ്ടുപിടിക്കുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത് എനി ലീനിയർ കോമ്പിനേഷൻ ഈസ് ഓൾസോ എ സൊല്യൂഷൻ. അപ്പം അതായത് ഇവിടെ നമുക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടുള്ളത് കോസ് എക്സും സൈൻ എക്സും ആണ്. y ഈക്വൽ ടു കോസ് എക്സും y ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പം കോസ് എക്സിന്റെയും സൈൻ എക്സിന്റെയും ഏതൊരു ലീനിയർ കോമ്പിനേഷൻ എടുത്താലും ഇതിന്റെ സൊല്യൂഷൻ ആണെന്നാണ് നമ്മൾ തൊട്ട് മുമ്പ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ ലീനിയാരിറ്റി പ്രിൻസിപ്പിളിൽ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ 7 ഇൻറ്റു നമുക്കുള്ളത് 7 ഇൻറ്റു കോസ് എക്സും അതുപോലെ 7 ഇൻറ്റു കോസ് എക്സും അതുപോലെ y ഈക്വൽ ടു √2 കോസ് എക്സ് പ്ലസ് 9 സൈൻ എക്സും ആണ് സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെന്ന് പറയുന്നതിന്റെ ലീനിയർ കോമ്പിനേഷൻ അതായത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ്. 7 എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പം ഈ 7 ഇൻറ്റു കോസ് എക്സ് എന്തായിരിക്കും അതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതുപോലെ ഇതും എന്താണ് ലീനിയർ കോമ്പിനേഷൻ ആണ്. c ഇൻറ്റു 5(1)(x) പ്ലസ് c2 ഇൻറ്റു 5(2)(x) എന്നാണ് ഫോമുലാണ് ഉള്ളത്. ഇവിടെ നമുക്ക് y1 എന്ന് പറയുന്നത് 5(1) ആയിട്ട് അതായത് കോസ് എക്സും കിട്ടി. അതുപോലെ തന്നെ രണ്ടാമത്തെ സൊല്യൂഷൻ സൈൻ എക്സും കിട്ടി. അതുകൊണ്ട് തന്നെ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ സൊല്യൂഷൻ ആയിരിക്കും. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഇത് തന്നെ ഡയറക്റ്റും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് കിട്ടും ഡയറക്റ്റ്. അതായത് y ഈക്വൽ ടു √2 കോസ് എക്സ് പ്ലസ് 9 സൈൻ എക്സ് ഇടുക, y ഡാഷ് കാണുക, ദെൻ y ഡബിൾ ഡാഷ് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഒരു നോട്ടാണ്. ദ ഫണ്ടമെന്റൽ തിയറം ഡസ് നോട്ട് ഹോൾഡ് ഫോർ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർ ഫോർ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫണ്ടമെന്റൽ തിയറം ആകെ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന് മാത്രമാണ് ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പൊ ഫണ്ടമെന്റൽ തിയറം നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതിന് കാണിക്കാനുള്ള ഒരു എക്സാമ്പിളാണ് അടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഫണ്ടമെന്റൽ തിയറം ഹോൾഡ് ചെയ്യില്ല എന്നുള്ളതാണ് കാണിക്കാനുള്ള 2 എക്സാമ്പിൾസ് ആണ് അടുത്ത് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് എക്സാമ്പിൾ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ വിച്ച് ഫണ്ടമെന്റൽ തിയറം ഫെയിൽസ്. അതായത് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഫണ്ടമെന്റൽ തിയറം ഫെയിൽ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. ദ ഫംഗ്ഷൻ y ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ് and y equal to 1 plus sin x are solutions of the non-homogeneous linear differential equation y double dash plus y equal to 1. അതായത് നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ r of x എന്താ ആവരുത്, 0 ആവരുത്. അപ്പൊ ഇവിടെ r of x 1 ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഫണ്ടമെന്റൽ തിയറം ഹോൾഡ് ചെയ്യില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനാണ് പോകുന്നത് ഈ ഒരു എക്സാമ്പിളിൽ. അപ്പൊ y ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ് നമുക്ക് ഇതെന്ന് പറഞ്ഞ സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. y ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ് സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം. അപ്പം y ഡാഷ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്, y ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. ദർഫോർ y ഡബിൾ ഡാഷ് പ്ലസ് y ഡബിൾ ഡാഷ് പ്ലസ് y ആണ്, y ഡബിൾ ഡാഷ് മൈനസ് കോസ് എക്സ് ആൻഡ് y ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ്. ദർഫോർ മൈനസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് ക്യാൻസൽ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എന്താണ് y ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 1 സൊല്യൂഷൻ ആണ്. അതുപോലെ രണ്ടാമത്തെ y ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സും സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്ത് y ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സ്. y ഡാഷ് ഈക്വൽ ടു കോസ് എക്സ്, y ഡബിൾ ഡാഷ് ഈക്വൽ ടു കോസ് എക്സിന്റെ ഡിഫറൻസിയേഷൻ മൈനസ് സൈൻ എക്സ്. ദർഫോർ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു y ഡബിൾ ഡാഷ് കാണാം മൈനസ് സൈൻ എക്സ് പ്ലസ് 1 പ്ലസ് സൈൻ എക്സ് കാണാം, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് y ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് 1. അതായത് നമുക്ക് 1 പ്ലസ് കോസ് എക്സും 1 പ്ലസ് സൈൻ എക്സും സൊല്യൂഷൻ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതായത് ചെക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ലീനിയർ കോമ്പിനേഷനും സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫണ്ടമെന്റൽ തിയറം ഇതാക്കുക. ഫണ്ടമെന്റൽ തിയറത്തിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ അതിന്റെ സൊല്യൂഷൻ ആണ്. അതുപോലെ രണ്ടാമത്തേതിൽ പറയുന്നത് അതിന്റെ സമ്മ് രണ്ട് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സമ്മും അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഫണ്ടമെന്റൽ തിയറം പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 പ്ലസ് സൈൻ എക്സും 1 പ്ലസ് കോസ് എക്സും നമ്മുടെ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 1 സൊല്യൂഷൻ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ അപ്പം ഇതിന്റെ അതായത് 1 പ്ലസ് കോസ് എക്സിന്റെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആണ് 2 ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ്. അതുപോലെ തന്നെ 2 തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് 3 ഇൻറ്റു 1 പ്ലസ് കോസ് എക്സോ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് അതിന്റെ സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇഫ് y ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് എഴുതുകയാണെങ്കിൽ y ഡാഷ് ഈക്വൽ ടു മൈനസ് 2 സൈൻ എക്സ്, y ഡബിൾ ഡാഷ് മൈനസ് 2 കോസ് എക്സ്, ദെൻ y ഡബിൾ ഡാഷ് പ്ലസ് y കാണുന്നു. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മൈനസ് 2 കോസ് എക്സ് പ്ലസ് 2 പ്ലസ് 2 കോസ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 2. അതെന്തല്ല 1 ഈക്വൽ അല്ല നമുക്ക് കിട്ടേണ്ടത്. ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 1 ആണ് കിട്ടേണ്ടത് അല്ലേ? അതല്ല നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇവിടെ 2 ആണ് കിട്ടിയത്, നോട്ട് ഈക്വൽ ടു 1 ആണ്. Therefore
എന്തല്ല 2 × 1 + cos x എന്ന് പറഞ്ഞ ഇതിന്റെ സൊല്യൂഷൻ അല്ല. അതായത് ഫണ്ടമെന്റൽ തിയറത്തിന്റെ ഫസ്റ്റ് പാർട്ട് ആയിട്ടുള്ള കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ അതിന്റെ സൊല്യൂഷൻ അല്ല എന്ന് കിട്ടി. എപ്പോഴാണ് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ. അപ്പം ഫണ്ടമെന്റൽ തിയറം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവണമെന്നാണ് ഈ എക്സാമ്പിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ രണ്ടാമത്തെ ഫണ്ടമെന്റൽ തിയറത്തിന്റെ പാർട്ടിൽ രണ്ടാമത്തെ പറയുന്നത് സം എന്ന് പറയുന്നത്, അതായത് രണ്ട് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ y = φ1 ഉം y = φ2 രണ്ട് സൊല്യൂഷൻ ആണെങ്കിൽ φ1 + φ2 അതായത് അതിന്റെ സമ്മും സൊല്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്കുള്ളത് രണ്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞത് 1 + cos x ഉം 1 + sin x ഉം സൊല്യൂഷൻ ആണെന്ന് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സം ആയിട്ടുള്ള 1 + cos x + 1 + sin x ഉം സൊല്യൂഷൻ ആണോ എന്നാണ് അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് y = 1 + cos x + 1 + sin x അതായത് അതിന്റെ സം ആയിട്ട് എഴുതി y' കണ്ടുപിടിക്കുന്നു. y' = 1ന്റെ ഡിഫറൻസ് 0, cos x ന്റെ -sin x + 1ന്റെ 0, sin x ന്റെ cos x. y" = -cos x -sin x. ദെൻ നമുക്ക് കാണേണ്ടത് y" + y. y" + y ചെയ്യാൻ വേണ്ടി ഇവിടെ y" കണ്ടുപിടിച്ചിട്ടുണ്ട്, y ഇവിടെ ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം കിട്ടുന്നത് 2 ആണ്. അതായത് നമുക്ക് കിട്ടേണ്ടത് y" + y = 1 ആണ്, ഇവിടെ 2 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ദാറ്റ് മീൻസ് എന്താണ് 1 + cos x + 1 + sin x എന്തല്ല ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ല എന്ന് കിട്ടി. അതായത് ഫണ്ടമെന്റൽ തിയറി ഇവിടെ എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്യുന്നില്ല. അതായത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ദാറ്റ് മീൻസ് ദ ഫണ്ടമെന്റൽ തിയറം ഫെയിൽസ് ഇൻ ദി നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫണ്ടമെന്റൽ തിയറം എന്താവുന്നില്ല, നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കേസിൽ ഹോൾഡ് ചെയ്യുന്നില്ല എന്നാണ് ഈ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലും ഫണ്ടമെന്റൽ തിയറം ഫെയിൽ ചെയ്യുന്നു എന്നുള്ളത്. നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഫണ്ടമെന്റൽ തിയറം ഫെയിൽ ചെയ്യുന്നതെന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. The function y = x² and y = 1 are solutions of the non-linear differential equation y" × y minus xy' = 0. ഇതൊരു നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പം y = x² ഉം y = 1 ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് മനസ്സിലാവും. അത് ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. y = x² എന്ന് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി y = x² കൊടുത്തു. ഇവിടെ ഏതൊക്കെയാണ് ടേംസ് വേണ്ടത്, y' വേണം, y" വേണം. അപ്പൊ y' കണ്ടുപിടിക്കുന്നു. x² ഡിഫറൻസിയേഷൻ 2x കിട്ടി, y" എന്ന് പറഞ്ഞ 2 കിട്ടി. ദെൻ ഇതില് നമ്മുടെ LHS ഇത് കൊടുക്കുക y" × y minus xy'. അപ്പം y" എന്ന് പറയുന്നത് ഇവിടെ 2 കിട്ടിയിട്ടുണ്ട്. y എന്ന് പറഞ്ഞ x² ആണ്, മൈനസ് x × y' എന്ന് പറഞ്ഞ 2x കിട്ടിയിട്ടുണ്ട്. അതായത് 2x² - 2x² ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എന്താണ്, y = x² എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് കിട്ടി. സെയിം പ്രൊസീജിയറിൽ y = 1 ഉം സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യുക. അതായത് y ക്ക് 1 കൊടുക്കുക, y' = 0 വന്നു, y" 0 വന്നു. therefore y" × y minus xy'. y" എന്ന് പറയുന്നത് y' എന്ന് പറയുന്നത് 0 കിട്ടി. അപ്പൊ 0 ഏതാണെങ്കിൽ 0 മൈനസ് y' നമുക്ക് 0 കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇത് y" × y മൈനസ് xy' എന്ന് പറഞ്ഞ 0 കിട്ടി. അതിന്റെ മീനിങ് എന്താണ്, y = 1 എന്ന് പറയുന്നത് അതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് കിട്ടി. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ളത് y = x² ഉം അതുപോലെ y = 1 എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും അതുപോലെ തന്നെ സമ്മും സൊല്യൂഷൻ ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പം ഇതിന്റെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയിട്ട് y = -x², അതായത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് -1 എടുത്തു. y' എന്ന് പറയുന്നത് അപ്പം -2x കിട്ടി, y" എന്ന് പറയുന്നത് -2 കിട്ടി. therefore നമ്മുടെ ഇക്വേഷൻ 1ന്റെ LHS നോക്കുക. y" × y minus xy' അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് കിട്ടിയ വാല്യൂസ് y" -2 × y എന്ന് പറയുന്നത് -x² മൈനസ് x × y' എന്ന് പറയുന്നത് -2x. അപ്പൊ അത് ചെയ്തപ്പോൾ 4x² എന്ന് കിട്ടി. ദാറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് y = -x² ഈസ് നോട്ട് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കിട്ടി. അതുപോലെ ഇതിന്റെ സം എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷൻ അല്ല എന്ന് ചെക്ക് ചെയ്യാം. സമ്മോ അതിന്റെ സൊല്യൂഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇതിന്റെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫണ്ടമെന്റൽ തിയറം ഫെയിൽസ് ഇൻ ദ കേസ് ഓഫ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇതിങ്ങനെ സ്പീഡിൽ പറയാൻ കാരണം ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം ആയതുകൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോയത്.